വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സർവ്വമതങ്ങളുടെയും കൂട്ടായ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രമാത്രം വർഗീയ വിഷം ചുറ്റാൻ കഴിയുക എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ ഉള്ളിസുര. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ചാനലുകൾക്ക് മുമ്പിൽ നടന്ന അഭിപ്രായ പ്രകടനത്തിലാണ് സുരേന്ദ്രൻ മുസ്ലിം മത വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അയാളുടെ വാക്കുകളിലെ മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പ് എത്രമാത്രമാണെന്ന് നമുക്ക് ആ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. നടത്തുന്ന സ്കൂളുകൾ SDPI-യോ MES-ഓ ജമാഅത്തെ ഇസ്ലാം അവർ നടത്തുന്ന സ്കൂളിൽ അവർ അങ്ങനെ പോയിക്കോട്ടെ. ആരും എതിരല്ല. ക്രിസ്ത്യാനികളെതിരാണോ? ക്രിസ്ത്യാനികളെതിരല്ല. ഈ രാജ്യത്ത് ആരും എതിരല്ല. എന്ന് മുതലാണ് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാൻ തുടങ്ങിയത്? അതും ഏതറ്റം വരെ? കേരളത്തിൽ നിങ്ങൾ കുഞ്ഞാടുകളെ കൈപ്പിടിച്ച് ഉയർത്തുകയും സ്വർണ്ണ കിരീടം അണിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ ധൃതരാഷ്ട്രാലിംഗനമല്ല ചെയ്യുന്നത്. കേരളത്തിൽ സ്നേഹിക്കുകയും വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ഞെക്കിക്കൊല്ലുകയും ചെയ്യുന്ന നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കപട സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു 5-8 വർഷം മുമ്പ് KCBCയുടെ ഒരു പിതാവ് ചാനലുകൾക്ക് മുന്നിലിരുന്ന് മോങ്ങുന്നത് നമ്മളാരും മറന്നു കാണില്ല. കാരണം ശിരോവസ്ത്രമണിഞ്ഞെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതായിരുന്നു. അന്ന് ഈ ഉള്ളിസുര കണ്ണീരൊപ്പാൻ വന്നത് നമ്മളാരും കണ്ടില്ല. അന്ന് കാണാത്ത കൊച്ചേട്ടൻ ഇപ്പോൾ മുസ്ലിമിന്റെ ശിരോവസ്ത്രത്തിൽ കന്യാസ്ത്രീക്കൊപ്പം നിൽക്കുകയാണ്. ഇതിന്റെ പേരല്ലേ കാപട്യമെന്ന്? ഓരോ മാനേജ്മെന്റും അവരവരെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. ആ യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം. ഉള്ളിയും ക്രിസംഗികളും സംഘികളും പറയുന്ന ന്യായമാണ് ഓരോ സ്കൂളുകളുടെയും യൂണിഫോമിന്റെ കഥ. എല്ലാവരും മദത് സ്കൂളുകളുടെ യൂണിഫോം അംഗീകരിക്കണം, അല്ലാത്തവർ അവിടെ പഠിക്കേണ്ടതില്ല എന്ന്. എന്നാൽ എല്ലാ സംഘികളും ക്രിസംഘികളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ മാനേജ്മെന്റ് സ്കൂളുകൾ നിൽക്കുന്നത് സംഘികൾക്കും ക്രിസംഘികൾക്കും ശ്രീധനം കിട്ടിയ മണ്ണിലല്ല, സ്വതന്ത്ര ഇന്ത്യയിലാണ്. അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ സ്വാതന്ത്ര്യവും അവകാശമുള്ള മണ്ണാണ്. അവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഓരോ ജനവിഭാഗത്തിനും ഓരോ അധികാരാവകാശങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട്. ആ ഭരണഘടന മാനിച്ചുകൊണ്ടാവണം ഓരോ സ്കൂളുകളും. അത് ഗവൺമെന്റ് ആയാലും മാനേജ്മെന്റ് ആയാലും നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും യൂണിഫോം ഉണ്ടാക്കേണ്ടതും അതിനനുസരിച്ചാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അധികാരാവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടല്ല നിങ്ങളുടെ തിട്ടൂരം കാണിക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘിയോ ക്രിസംഘിയോ പറയുമ്പോൾ ഓടിപ്പോകുന്നവരല്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. ഇപ്പം ശബരിമല കാലത്ത് കുട്ടികൾ എന്നാൽ കറുപ്പെടുത്ത് പോകണം എന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? നിങ്ങൾ അതെന്താ പറയാത്തത്? ശബരിമല കാലത്ത് ഇനി ഒരു 60 ദിവസം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടെടുത്തിട്ടാണ് നടക്കുന്നത്. അതിപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കറുത്ത മുണ്ടെടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാളെ ഇളകിയാൽ എന്തായിരിക്കും? ഞങ്ങളെ കൊല വിളിക്കല്ലേ? കെ സുരേന്ദ്രൻ ഏത് ലോകത്താണ് ഇതുവരെ ജീവിച്ചിരുന്നതെന്ന് അറിയില്ല. പോലെ ചൊവ്വയിലോ ശുക്രനിലോ ഒക്കെ ആയിരിക്കണം ജീവിച്ചത്. അതുകൊണ്ടാണ് കുട്ടികൾ ശബരിമല കാലത്ത് കറുപ്പെടുത്ത സ്കൂളുകളിൽ പോയിരുന്നതിനെ കുറിച്ച് അറിയാതെ പോയത്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അധ്യാപകരും വിദ്യാർത്ഥികളും ശബരിമലയ്ക്ക് വ്രതമെടുത്തു വന്നാൽ കറുപ്പെടുത്തും മാലധരിച്ചും തന്നെയായിരുന്നു വന്നിരുന്നത്. എന്തിന്? അഷ്ടമി രോഹിണി അടുപ്പിച്ച് കയ്യിൽ രക്ഷാബന്ധൻ ധരിച്ചായിരുന്നു എന്നൊക്കെ RSS ആഭിമുഖ്യമുള്ള കുട്ടികൾ വന്നിരുന്നത്. ആ കാലത്തൊക്കെ രക്ഷാബന്ധൻ കിട്ടുന്ന ചരട് RSSന്റെ അടയാളമായാണ് ജനങ്ങൾ കണ്ടിരുന്നത്. കാലം പരിഷ്കാരം ഏറ്റെടുത്തപ്പോൾ പാൻറ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ തുണിക്ക് പകരം പാൻറിലേക്ക് കുട്ടികൾ മാറി. അപ്പോൾ സ്വാമിയാണ് തിരിച്ചറിയാൻ മാല മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. കളവ് മാത്രം പറഞ്ഞ് മതവരി ഉണ്ടാക്കുന്ന സുരേന്ദ്രൻ ഇതുപോലെ എല്ലാ കഥകൾ ഉണ്ടാക്കിയെടുത്താലേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇനി ഞാനും ചോദിക്കട്ടെ, ശബരിമലയ്ക്ക് കറുപ്പെടുക്കണമെന്നും മാല ധരിക്കണമെന്നും ഹിന്ദുവിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? പറയണം. 60 ദിവസം കറുപ്പൊടിപ്പിച്ച് കുട്ടികളെ അയച്ചാൽ ഇവിടെ പൊടിപുരമാവില്ലേ എന്ന് ചോദിച്ച സുരേന്ദ്രൻ ഉത്തരം നൽകണം.
കറുപ്പെടുത്തില്ലെങ്കിലും മാല ധരിച്ചില്ലെങ്കിലും വ്രതശുദ്ധിയോടെ മലയിൽ ചെല്ലുന്ന ആരെയും തടയില്ല അയ്യപ്പ ദർശനത്തിൽ നിന്ന്. ഒരു മതഗ്രന്ഥത്തിലും ഒരു പുരാണത്തിലും പറയുന്നില്ല കറുപ്പെടുക്കാനും രുദ്രാക്ഷം ധരിക്കാനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറുപ്പും രുദ്രാക്ഷമാലയും ഒക്കെ ധരിക്കുന്നത് ഞങ്ങൾ ലൗകിക സുഖം വെടിഞ്ഞ് ഭക്തിമാർഗത്തിലാണെന്ന് കാണിക്കാനും അയ്യപ്പ ഭക്തിക്കു മുന്നിൽ രാജാവും പ്രജകളും ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാനും പരമ്പരാഗതമായി ആചരിച്ചു വന്ന ആചാരങ്ങൾ മാത്രമാണ് കറുപ്പെടുക്കലും മാല ധരിക്കലും. അതല്ലാതെ അതിന് യാതൊരു മതശാസനയുമില്ല. അയ്യപ്പസ്വാമിയെക്കുറിച്ചുള്ള പ്രധാനമായ പാഠങ്ങൾ അല്ലെങ്കിൽ കഥകൾ ശ്രീഭൂതനാഥോപാഖ്യാനം, ഭൂതനാഥഗീതം, ശബരിമല മഹാത്മ്യം, സ്കന്ധപുരാണം തുടങ്ങിയവയിൽ കാണാം. ഇവയിൽ എവിടെയും കറുപ്പ് വസ്ത്രം ധരിക്കണമെന്നോ വസ്ത്രത്തിന് നിറം മിന്നതായിരിക്കണമെന്നോ പറയുന്നില്ല. ഈ ഗ്രന്ഥങ്ങൾ ഭക്തന്റെ നിയമാനുഷ്ഠാനം, ശൗചം, വ്രതാനുഷ്ഠാനം, അഹിംസ, ബ്രഹ്മചര്യ പാലനം എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായി പറയുന്നത്. എന്നിട്ടും നിങ്ങൾ സംഘികൾ ഭീഷണി മുഴക്കുന്നത് കറുപ്പെടുത്ത് സ്കൂളിലേക്ക് അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദിച്ചാണ്. മതപരമായ ശാസനകളില്ലാത്ത കറുപ്പെടുത്ത് വന്നിട്ടും കേരളത്തിലെ ഒരു വിദ്യാലയവും ഇന്നുവരെ ഒരു കുട്ടിയെയും പടിക്ക് പുറത്ത് നിർത്തുകയോ അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും മുസ്ലിം മതം അനുശാസിക്കുന്ന തട്ടം ധരിക്കാൻ നിങ്ങളുടെ സമ്മതം വേണമെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി പുളിക്കും എന്നേ പറയാനുള്ളൂ. എത്ര സ്കൂളുണ്ടെന്ന് അതിലൊരു 10 കൂടി തുടങ്ങിക്കോളിന്ന്. ആരാ ഇവിടെ തടസ്സം? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടുമല്ലേ നിങ്ങൾക്ക് അനുവാദം? വല്ല NSS SNDP ചോദിച്ചാൽ പിടിച്ചു വെക്കുന്ന നിങ്ങൾ മുസ്ലിം സംഘടനകൾ ചോദിച്ചാൽ അപ്പം കൊടുക്കുകയല്ലേ? അതല്ലേ കേരളത്തിലെ മതതരത്വം. ഒരു 10 സ്കൂൾ കൂടി തുടങ്ങുന്നു. കാശുണ്ട്, സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾ അവിടെ പഠിക്കട്ടെ. സിമ്പിളല്ലേ ലോജിക്ക്? അവരവിടെ പഠിക്കട്ടെ. ആർക്കാ പ്രശ്നം? മുല്ലാക്കന്മാർ 5-6 സ്കൂളിൽ തുടങ്ങട്ടെ. എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്? ഞങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിൽ നിന്നും പിറവിയെടുത്തവരാണ്. കാലം കൊണ്ട് പുതിയൊരു ദൈവചിന്തയിലേക്ക്, അത് ഈ രാജ്യത്തിന് അന്യമായൊരു ദൈവചിന്തയെ ആശ്രയിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ RSSകാരൻ്റെയും BJPക്കാരൻ്റെയും ഒക്കെ അതേ അവകാശവും അധികാരവും ഈ മണ്ണിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട്. അത് സുരേന്ദ്രൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നുവെന്നാണ് ഈ സംഖ്യ പറയുന്നത്. ഇനിയും ചോദിച്ചാൽ വാരിക്കോരി കിട്ടുമെന്നും. മാത്രമല്ല മൊല്ലാക്കന്മാർ സ്കൂളുകൾ ഉണ്ടാക്കി അതിലേക്ക് തട്ടമിട്ട കുട്ടികളെ അയക്കട്ടെ എന്നുമാണ് ഈ വർഗീയവാദി പറയുന്നത്. കെ സുരേന്ദ്രനോട് ഒന്നേ പറയാനുള്ളൂ, മുസ്ലിങ്ങൾ വല്ലതും നേടുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെയാണ് എന്നുവെച്ച് അനധികൃതമായി അളവിൽ കൂടുതൽ വാരിക്കൂട്ടിയിട്ടുമില്ല. മറ്റു മതവിഭാഗങ്ങളെ കണക്കിലെടുക്കുമ്പോൾ മുസ്ലിം വിഭാഗം ഇന്നും അവരറിയിക്കുന്ന വളർച്ചയിലെത്തുകയോ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ വിദ്യാലയങ്ങൾ നേടുകയോ ചെയ്തിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അതൊരു സംഖ്യയും ദാനം നൽകിയതല്ല, അവരധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ അപരമത വിദ്വേഷവും പരദൂഷണവും പറയുന്ന നേരം വല്ല കൂലിപ്പണിക്കും പോയാൽ താങ്കൾക്കും കിട്ടും, വല്ല നക്കാപ്പി ചെയ്യും. പിന്നെ മൊല്ലാക്കന്മാർ സ്കൂൾ ഉണ്ടാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അവിടെയൊന്നും ആർക്കും ഒരു ഐത്യവും ഉണ്ടാകില്ല. മൊല്ലാക്കന്മാർ ഉണ്ടാക്കിയ സ്കൂളിൽ തന്നെ മുസ്ലിം കുട്ടികൾ പഠിച്ചോട്ടെ എന്ന് പറയാൻ കേരളത്തിലെ ഈ സ്കൂളുകൾ സംഘികളുടെ അമ്മ തറവാടുകളല്ല. ഓരോ സ്കൂളുകളിലും ഓരോ ജനവിഭാഗത്തിനും പഠിക്കാൻ എന്ത് അവകാശമാണോ ഉള്ളത്, ആ അവകാശം വിനിയോഗിക്കാൻ ഒരു സംഖ്യയുടെയും സമ്മതപത്രം മുസ്ലിങ്ങൾക്ക് ആവശ്യവുമില്ല.